നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ? നമ്മുടെ മക്കളും കൂടി അറിയണ്ടേ 90s കിഡ്സിന്റെ പെട്ടിക്കടകളിലെ ടേസ്റ്റ്? ആ രുചി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? അതിനുവേണ്ടി ഒരു പാനിൽ 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും 1/4 കപ്പ് നെയ്യും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടെണ്ണയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളർ. പിന്നെ അതിലോട്ട് 1 കപ്പ് അളവില് മൈദ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സ് 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 നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈദ ഇതുപോലെ നല്ല ലൂസ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിലോട്ട് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അതിലോട്ട് ഈ ഒരു പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഇതുപോലൊരു കുഴഞ്ഞ രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു കേക്ക് ടിന് ബട്ടർ പേപ്പർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആൽമണ്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിച്ച് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പെട്ടുകടയിലെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് പോണേ.